അനു സുബേർക്കാണ്. ഒരു ഫോൺ വന്ന് പുറകിലോട്ട് പോകുന്നുണ്ടു. കമല പടാ. എങ്ങോട്ടാ കമല? 15,18,500. 15,18,500 ഒരു തരം. $15,18,500 രണ്ട് തരം. 15. $15,18,550 ഒരു തരം. 15,18,550 രണ്ട് തരം. കമല! കമല തൂക്കിയടിക്കുക. ഈ വീട്ടിലൊരു അടിമയെ പോലെ കഴിഞ്ഞ ഇവൻ ഇന്ന് ഈ വീടിന്റെ അമരക്കാരനാ. അമരത്തിവനാണെങ്കിലും ഇവിടെ എന്ത് നടത്തണം എന്ത് നടത്തണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അത് ഞാനങ്ങ് എഴുതിയെടുത്തിരിക്കുക. എന്നാലല്ലേ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടത്താൻ പറ്റൂ. ഞാൻ മനസ്സിൽ കാണുന്ന പല ബിസിനസ്സുകളുടെയും ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഈ വീടായിരിക്കും. കോടികൾ കൊടുത്ത് വിലക്കെടുത്തതേ ഇവിടെ ഒരു കുളം കുത്താൻ തന്നെയാ. വലിയൊരു കുളം. ഇടയ്ക്ക് ഫാമിലി ആയിട്ട് ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇറങ്ങു നീ. പഴയ ഓർമ്മകൾ പുതുക്കാം. ആ കുളത്തിൽ എല്ലാവർക്കും കൂടെ ഒന്ന് അടിച്ചു നനച്ച് കുളിക്കുകയും ചെയ്യാം. വേണ്ട അച്ഛനെ, ഇവിടെ വെച്ചൊരു കുഴപ്പമുണ്ടാക്കണ്ട അച്ഛനെ. കമല, നിനക്ക് ബുദ്ധിയുണ്ട്. ഇവനെയും വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ഇല്ലെങ്കിൽ ഈ മുറ്റത്ത് തന്നെ ഒരു കുഴി വെട്ടി ഇവനെ ഇവിടെ ഇട്ട് മൂടേണ്ടി വരും. അധിക നാളൊന്നും നിന്നെയൊക്കെ ഇവിടെ വാഴിക്കില്ലടി. ഞാൻ വാഴിക്കില്ല. വിഷ്ണുവായി പറയുന്നേ. ആദ്യം കേറി കിടക്കാൻ ഒരു കൂര ഉണ്ടാക്ക്. എന്നിട്ട് നീ വെല്ലുവിളിക്ക. എന്നാൽ അതിനൊരു അന്തസ്സുണ്ട്. ഞാൻ തിരിച്ചു വരൂടി. ഇത് സ്വന്തമാക്കാൻ വേണ്ടി മാത്രമല്ല, നിന്റെയൊക്കെ അന്തകനാകാനും ഞാൻ വരും. എണ്ണി വെച്ചോ ഇനിയുള്ള ദിവസങ്ങള്. അത് എനിക്കും വിലപ്പെട്ടതാ, നിങ്ങൾക്കും വിലപ്പെട്ടതാ. മരിക്കാതിരിക്കാനായി നിങ്ങളും, കൊല്ലാൻ ശ്രമിച്ചുകൊണ്ട് ഞാനും.
നിങ്ങൾക്ക് പിന്നാലെ തന്നെ ഉണ്ടാവും. വാക്കുകൊണ്ടല്ല, വാളുകൊണ്ട് ചെയ്തു കാണിക്കാൻ ശ്രമിക്ക. എങ്കിൽ ഞങ്ങൾ പറയും നീ ഒരാണാണെന്ന്. വിടാച്ചാനെ. ആശാനെ വേണ്ട ആശാനെ. ആശാനെ. ആശാനെ വേണ്ട ആശാനെ. ഇവിടെ ഒരു കയ്യങ്ങളിയും വേണ്ട. നിർത്താം. തൽക്കാലം നീ രക്ഷപ്പെട്ടു. പക്ഷെ നിനക്ക് അധികം ആയുസ് ഉണ്ടാവില്ല. കട്ടളി കുറിച്ചു വെച്ചു നീ. കേട്ടടാ? എന്നെ കാണാൻ വരുന്ന കാര്യം സുസ്മിത അറിഞ്ഞോ? ഞാൻ എന്റെ ഭാര്യയെ കാണുന്നതിന് സുസ്മിതയുടെ അനുവാദം എന്തിനാ? അല്ല, രോഹിത്തിന്റെ സംരക്ഷണ ചുമതല സുസ്മിത മൊത്തമായി ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. അവളോട് ചോദിക്കാതെ ഉണ്ണോ ഉറങ്ങുകയോ ചെയ്യാത്ത രോഹിത്ത് ഇപ്പൊ ഇങ്ങനെ മനസ്സ് മാറുന്നത് എന്തിനാന്നാ ഞാനീ ചോദിക്കുന്നത്. ഞാനിപ്പോ സംസാരിക്കുന്നത് നമ്മൾ താമസിച്ചിരുന്ന നമ്മുടെ ആ പഴയ വീടിന്റെ ബാൽക്കണിന്നാ. നിന്നെ ഞാൻ അഗ്നിസാക്ഷിയായി വിവാഹം ചെയ്തു കൊണ്ടുവന്ന വീട്. ആ വീട് എനിക്കിന്ന് സ്വന്തമാ. അതുകൊണ്ടാ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞത്. വരാൻ പറ്റുമോ ഇല്ലയോ നീ ഇപ്പൊ പറയണം. ഞാൻ വരാം. പിന്നെ ഞാൻ കാണണമെന്ന് പറഞ്ഞത് നിന്നെ മാത്രമാ. വരുന്നതും നീ തനിച്ച് തന്നെ ആയിരിക്കണം. സ്ഥലവും സമയമൊക്കെ ഞാൻ പിന്നീട് വിളിച്ച് പറയാം. ശരി.